ക്ലാസ്സിൽ ഫസ്റ്റ് ബ്ലോക്കിനെ പറ്റി ഒന്ന് പറഞ്ഞായിരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നാണ്. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. ഗ്ലിംസസ് മീൻസ് ലുക്സ്, പീക്സ്. ലുക്സ് ഓഫ് ഗ്രേറ്റ്നെസ്, മാഹാത്മ്യത്തിലേക്കുള്ള നോട്ടം. അതായത് എങ്ങനെ ഇവരൊക്കെ മഹാത്മാരായി മാറി എന്നുള്ളതിനെ പറ്റി ഉള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ബ്ലോക്ക് ബിഗിൻസ് വിത്ത് എ ഫേമസ് കൊട്ടേഷൻ. ഈ ബ്ലോക്ക് തന്നെ തുടങ്ങുന്നത് ഒരു പ്രശസ്തമായ കൊട്ടേഷൻ, ഒരു കോട്ടിനോട് കൂടിയാണ്. Success is not final. Failure is not fatal. It is the courage to continue that counts. It is by Winston Churchill, the famous wartime prime minister. പ്രശസ്ത വാർടൈം പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ സെന്റൻസ് ആണ്. സക്സസ് ഈസ് നോട്ട് ഫൈനൽ. ഹി സേസ് സക്സസ് ഈസ് നോട്ട് ഫൈനൽ. ഒരു വിജയവും അവസാനമല്ല. സക്സസ് ഈസ് നോട്ട് ഫൈനൽ. ഒരിക്കലും വിജയം അവസാനമല്ല. ഫെയിലുവർ ഈസ് നോട്ട് ഫേറ്റൽ. പരാജയം വിധിയുമല്ല. പരാജയം എന്ന് പറയുന്നത് വിധിയല്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ കുഴപ്പമെന്ന് ചോദിച്ചാൽ മിക്കവരുടെയും കുഴപ്പം എന്താണ്? ഇത് വിധിയാണ് എന്ന് വിശ്വസിക്കും. ഇറ്റ് ഈസ് ദ സ്റ്റാർസ് above us that govern our condition. നക്ഷത്രങ്ങളാണ് സുഹൃത്തെ നമ്മളുടെ എല്ലാം നിയന്ത്രിക്കുന്നത്. നമുക്കൊരു ജന്മ നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിന്റെ ഗതിക്കനുസരിച്ചാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ഇത്തരം സെന്റൻസുകൾ കേട്ടിരിക്കും. 8ാം ഭാവത്തിലല്ലേ ശനി നിൽക്കുന്നത്, പിന്നെ എങ്ങനെ കാര്യങ്ങൾ ശരിയാവും? അല്ലെങ്കിൽ ചൊവ്വ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ ശരിയാവും? അപ്പോൾ ഇങ്ങനെ ഉള്ള സെന്റൻസുകൾ ഇറ്റ് ഈസ് സെഡ് ടു ബി ഫേറ്റൽ, വിധിയാണ് എന്ന് ചിന്തിക്കും ആൾക്കാർ. അപ്പോൾ സക്സസ് ഒരിക്കലും അവസാന വാക്കായിട്ട് കൺസിഡർ ചെയ്യരുത്. അവസാനമല്ല. വിജയം എന്ന് പറയുന്നത് പലപ്പോഴും അതിൽ പരാജയവും ഉണ്ടായിരിക്കും. വിജയം എല്ലാം വിജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൽ ചിലപ്പോൾ പരാജയം അടങ്ങിയിരിക്കും. നമ്മൾ വിജയമാണെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ പരാജയമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓടി വന്ന് ഒരു ബസ്സിൽ കയറുന്നു, ബസ് കിട്ടി, നമ്മൾ വിജയിച്ചു എന്ന് വിചാരിക്കുന്നു. ആ ബസ് ആക്സിഡന്റിൽ പെടുകയും നമുക്ക് മരണം സംഭവിക്കുകയും ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ കിട്ടിയില്ലായിരുന്നിരുന്നു എങ്കിലാണ് വിജയം. അപ്പോൾ ഇങ്ങനെ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഫൈനൽ സ്റ്റേജ് ആയിട്ട് എടുക്കാൻ പറ്റുകയില്ല. സക്സസ് ഈസ് നോട്ട് ഫൈനൽ. ഫെയിലുവർ ഈസ് നോട്ട് ഫേറ്റൽ. പരാജയം എന്ന് പറയുന്നത് ഒരിക്കലും വിധിയായിട്ട് അംഗീകരിക്കരുത്. പരാജയപ്പെടാം. അപ്പോഴേ പ്രവൃത്തി ചെയ്യുന്നവർ പരാജയപ്പെടും. പരാജയം അതിനകത്തുള്ളത് തന്നെയാണ്. അപ്പോഴാ പരാജയത്തിൽ നിന്ന് നമ്മൾ വിജയത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഒരുപാട് പരാജയങ്ങൾ നേരിട്ടിട്ടാണ് പ്രമുഖരായ പലരും വിജയത്തിലേക്ക് എത്തിയത്. നിങ്ങൾക്ക് ഒരുപാട് കഥകൾ അതിനെപ്പറ്റി അറിയാൻ പറ്റും. അനവധി പരാജയങ്ങൾക്ക് ശേഷമാണ് വിജയത്തിലേക്ക് എത്തുക. അപ്പോൾ സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലുവർ ഈസ് നോട്ട് ഫേറ്റൽ. വളരെ ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. അപ്പോൾ you have to study some sentences like this because you have to write sentences of your own. നിങ്ങളുടേതായിട്ടുള്ള കുറെ സെന്റൻസുകളൊക്കെ നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ, അറിയാമല്ലോ. അപ്പോൾ കുറെ നല്ല സെന്റൻസുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇതൊക്കെ സ്പീച്ച് എഴുതുമ്പോഴും മറ്റുമൊക്കെ തന്നെ ഉപയോഗിക്കാം, ഏത് രീതിയിൽ. അപ്പോൾ സക്സസ് ഈസ് നോട്ട് ഫൈനൽ. വിജയം ഒരിക്കലും ഫൈനൽ അല്ല. ഫെയിലുവർ ഈസ് നോട്ട് ഫേറ്റൽ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പരാജയത്തെ വിധിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് അയാളുടെ വിധിയായിരുന്നു എന്ന് വിചാരിക്കരുത്. പരാജയങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുക്കണം. എനിക്ക് മാർക്ക് കുറവായതിന് ഞാൻ തന്നെയാണ് കാരണം. ഒന്നുകിൽ എനിക്ക് ബേസിക് ആയിട്ട് കഴിവ് കുറവായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല കൂടുതലായിട്ട്. ഇത് നമ്മളുടേതായിട്ടുള്ള പരാജയമായിട്ട് കൺസിഡർ ചെയ്യണം. അല്ലാതെ വിധിയായിരുന്നു
എ സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസസ് വാസ് എഗൻസ്റ്റ് മീ. ഒരു സെറ്റ് സാഹചര്യങ്ങൾ എനിക്കെതിരായിരുന്നു. എ സെറ്റ് ഓഫ് പീപ്പിൾ വർക്ക്ഡ് എഗൻസ്റ്റ് മീ. ഒരു സെറ്റ് ആൾക്കാർ എനിക്കെതിരെ വർക്ക് ചെയ്തു. ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. നേരെ മറിച്ച് സക്സസിനെ ഫൈനലായിട്ട് കൺസിഡർ ചെയ്യരുത്, ഫെയിലുവറിനെ ഫേറ്റലായിട്ട് കൺസിഡർ ചെയ്യരുത്. ഫെയിലുവറിനെ ഫേറ്റലായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഫെയിലുവർ ഈസ് നോട്ട് ഫേറ്റൽ. ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ. കറേജ് വേണം. ടു കണ്ടിന്യൂ, തുടരാൻ. അപ്പോഴും നമ്മൾ കറേജ് ടു കണ്ടിന്യൂ, തുടരണം. കറേജ് ടു കണ്ടിന്യൂ, ദാറ്റ് കൗണ്ട്സ്. ആ കറേജ് ആണ് കാര്യം. കറേജ് ടു കണ്ടിന്യൂ. ഒരു പ്രത്യേക ആത്മധൈര്യം വേണം, ഒരു പ്രത്യേക മനോബലം വേണം. ആ ധൈര്യത്തിൽ നിന്ന് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോഴ് ആ സെന്റൻസ് ഒന്ന് ഓർത്ത് വെക്കാവോ? സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലുവർ ഈസ് നോട്ട് ഫേറ്റൽ. അത്രയെങ്കിലും ഓർത്തിരിക്കണം. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലുവർ ഈസ് നോട്ട് ഫേറ്റൽ. വിജയം ഒരിക്കലും ഫൈനലായിട്ടുള്ള ഒന്നായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. പരാജയത്തെ ഒരിക്കലും നിങ്ങൾ വിധിയായിട്ട് കൺസിഡർ ചെയ്യരുത്. ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ദ വാർ ടൈം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ, ഇംഗ്ലണ്ടിലെ. അപ്പോഴ് സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലുവർ ഈസ് നോട്ട് ഫേറ്റൽ. ഇറ്റ് ഈസ് ദ കറേജ് to continue that counts. Now, what is success? ഇനി എന്താണ് സക്സസ്? ചില ആൾക്കാർ വിജയിക്കുന്നു, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. വാട്ട് ഈസ് സക്സസ്? There is a famous Shakespearean saying. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ളൊരു ഷേക്സ്പിയറിയൻ സേയിങ് ആണ്. Some are born great, some achieve greatness, some have greatness thrust upon them. Some are born great, some achieve greatness, some have greatness thrust upon them. But some are born great, some are born great. Some are born great. Some are born great, some achieve greatness. Some achieve greatness. Some are born great. ചില ആൾക്കാർ മഹാത്മാരായി ജനിക്കുന്നു. സം അച്ചീവ്, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോളണം. ACHIEVE സ്പെല്ലിംഗ്. ACHIEVE. Some achieve greatness and some have. Some are born great, some achieve greatness, some have greatness thrust upon them. Some are born great, some achieve greatness, and some have greatness thrust upon them. Some are born great, some achieve greatness, some have greatness thrust upon them. It is a quote from Shakespeare. Shakespeare, the great dramatist and poet, perhaps the greatest poet dramatist. Some are born great, some achieve greatness, and some have greatness thrust upon them. He wrote this in his famous play, Twelfth Night. അദ്ദേഹത്തിന്റെ 12th നൈറ്റ് എന്ന് പറയുന്ന നാടകത്തിൽ എഴുതിയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. 12th നൈറ്റ് എന്ന് പറയുന്നത് ഷേക്സ്പിയറുടെ തന്നെ ഒരു കോമഡിയാണ്, നല്ലൊരു കോമഡിയാണ്. 12th നൈറ്റ്. Some are born great. ചില ആൾക്കാർ മഹാത്മാരായിട്ട് ജനിക്കുന്നു. Some achieve greatness. ചില ആൾക്കാർ മാഹാത്മ്യം നേടിയെടുക്കുന്നു. Some have greatness thrust upon them.
മാഹാത്മ്യം ത്രസ്റ്റ് അടിച്ചേൽപ്പിക്കുന്നു. ചിലരിൽ മാഹാത്മ്യം അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ചിലര് മഹാത്മാരായിട്ട് ജനിക്കുന്നു. മെനി എക്സാമ്പിൾസ് ആർ ദെയർ. ഫെമിലിയർ എക്സാമ്പിൾസ് നമുക്ക് എടുക്കാൻ പറ്റും വേണമെങ്കിൽ. ഫോർ എക്സാമ്പിൾ, പേഴ്സൺസ് ലൈക്ക് നെഹ്റു, ജവഹർലാൽ നെഹ്റു. ബോൺ ഗ്രേറ്റ് ആണ് ജവഹർലാൽ നെഹ്റു. സം ആർ ബോൺ ഗ്രേറ്റ്. പീപ്പിൾ ലൈക്ക് നെഹ്റു ആർ ബോൺ ഗ്രേറ്റ്. ബോൺ ഗ്രേറ്റ്, ജന്മന സൗഭാഗ്യങ്ങളോടുകൂടി വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചു എന്ന് പറയത്തില്ല. ജനിച്ചപ്പോഴേ വായിലൊരു വെള്ളിക്കരണ്ടി ഉണ്ടായിരുന്നു എന്ന് പറയും. ഇപ്പോൾ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുക, ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ഹിസ് മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇഡിയമാറ്റിക് ആയിട്ട് ബോൺ ഇൻ എൻ അഫ്ലുവന്റ് ഫാമിലി, ബോൺ ഇൻ എ റിച്ച് ഫാമിലി, വളരെ സമ്പന്ന കുടുംബത്തിൽ ആണ് നെഹ്റുവിന്റെ ജനനം. അപ്പോഴ് വളരെ സമ്പന്ന കുടുംബത്തിൽ, ഇന്ത്യ വേണമെങ്കിൽ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന കുടുംബം എന്നൊക്കെയാണ് പറയുന്നത്. അത്ര വലിയ കുടുംബമാണ് നെഹ്റുവിൻ്റെത്. അപ്പോൾ ജനിച്ചപ്പോൾ മുതൽ തന്നെ നല്ല, അല്ലെങ്കിൽ നെഹ്റു ബോൺ ഗ്രേറ്റ് ആണ്. ഒരുപാട് ക്വാളിറ്റീസ് നെഹ്റുവിനുണ്ട്. ഒരുപക്ഷെ നെഹ്റു നമ്മളുടെ പ്രധാനമന്ത്രി ആയില്ലായിരുന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പം നമ്മൾ നെഹ്റുവിനെ ഏറ്റവും കൂടുതലായിട്ട് അറിയുന്നത് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിലാണ്. ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ ശില്പിയായിട്ടാണ് അറിയുന്നത്, അല്ലെ? ഗ്രേറ്റ് മാൻ ഇൻഡീഡ്. തീർച്ചയായിട്ടും വളരെ മഹാനായ വ്യക്തി. ഇനി ആ പ്രധാനമന്ത്രി ഒരുപക്ഷെ ആയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ നല്ലൊരു എഴുത്തുകാരനായിട്ട് മാറുമായിരുന്നു. ഒരുപാട് കഴിവുകൾ നെഹ്റുവിലുണ്ട്. നല്ലൊരു എഴുത്തുകാരനിലുള്ള കഴിവ്, നെഹ്റുവിന്റെ പ്രോസ് പോലും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രോസ്, സെന്റൻസുകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു എഴുത്തുകാരനാകാനുള്ള സകല ക്വാളിറ്റീസും അയാളുണ്ടായിരുന്നു. ഇപ്പോൾ സം ആർ ബോൺ ഗ്രേറ്റ്, ചിലര് മഹാത്മാരായിട്ട് ജനിക്കുന്നു. സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ്. ഇനി ചിലര് മാഹാത്മ്യം നേടിയെടുക്കും. അവർ ജന്മന മഹാത്മാരൊന്നുമല്ല, അവർ കൂടുതലായിട്ട് മാഹാത്മ്യം നേടിയെടുക്കും. നമുക്ക് പോപ്പുലർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗാന്ധി എടുക്കാം. എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. ഗാന്ധി എടുക്കാം. സം അച്ചീവ് ഗ്രേറ്റ്നെസ്, മാഹാത്മ്യം നേടിയെടുത്ത വ്യക്തിയാണ്, അല്ലേ? ഹി വാസ് നോട്ട് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ഹിസ് മൗത്ത്. വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചു ഒന്നുമല്ല, പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു. സ്വാഭാവികമായിട്ടും ഹി അച്ചീവ്ഡ് ഗ്രേറ്റ്നെസ്, മാഹാത്മ്യം നേടിയെടുത്തു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത്, ഒരുപാട് തടസ്സങ്ങളെ അതിജീവിച്ച്, ഒരുപാട് കഷ്ടതകൾ സഹിച്ച് അദ്ദേഹം മാഹാത്മ്യം നേടിയെടുത്തതാണ്. അച്ചീവ് ഗ്രേറ്റ്നെസ്. അപ്പോൾ ഒരുപാട് കഷ്ടതകൾ സഹിച്ചിട്ടുണ്ട്. ഹിസ് സത്യാഗ്രഹ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അച്ചീവ് ഗ്രേറ്റ്നെസ്, മാഹാത്മ്യം നേടിയെടുത്തു. അപ്പോൾ പീപ്പിൾ ലൈക്ക് നെഹ്റു ആർ ബോൺ ഗ്രേറ്റ്. We can say people like Gandhi achieved greatness. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്. Some have greatness thrust upon them. റോഡിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ പിടിച്ചു നിർത്തി മാഹാത്മ്യം അടിച്ചേൽപ്പിക്കും. നീയും കൂടെ മഹാനായിരിക്കും എന്ന് പറയും. There are several examples. അതിനും ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. Some have greatness thrust upon them. അല്ലെ, ചിലര് പെട്ടെന്ന് അങ്ങ് മഹാത്മാരായിട്ട് മാറുകയാണ്. ഒരു വേണമെങ്കിൽ നമുക്ക് രാജീവ് ഗാന്ധി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. വൺ ഓഫ് അവർ ഫോമർ പ്രൈം മിനിസ്റ്റേഴ്സ്, കളിയാക്കി പറയുന്നതല്ല, വൺ ഓഫ് അവർ ഫോമർ പ്രൈം മിനിസ്റ്റേഴ്സ് രാജീവ് ഗാന്ധി. ഓഫ് കോഴ്സ് എ ഗ്രേറ്റ് മാൻ. എങ്കിലും ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രാജീവ് ഗാന്ധിക്ക് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയാവണമെന്നോ രാഷ്ട്രീയക്കാരനായിട്ട് പേരെടുക്കണമെന്നോ ഒക്കെ മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ മകനായിട്ട് ജനിച്ച ഈ രാജീവ് ഗാന്ധി പൈലറ്റ് ആയിരുന്നു, അല്ലേ? അപ്പോൾ പൈലറ്റ് ആയിട്ട് പോകുന്നതായിരുന്നു ഇഷ്ടം. അല്ലാതെ രാഷ്ട്രീയമൊന്നും അയാൾക്കൊരു പ്രശ്നമേ അല്ല. രാഷ്ട്രീയമൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ സഞ്ജയ് ഗാന്ധിയുടെ മരണവും ഇന്ദിരാഗാന്ധിയുടെ മരണവും ഒക്കെ കാരണം പെട്ടെന്നൊരു ദിവസം പ്രധാനമന്ത്രിയായി മാറേണ്ടി വന്ന വ്യക്തിയാണ് രാജീവ് ഗാന്ധി. അപ്പോൾ പൈലറ്റായിട്ട് നടന്ന ഒരു വ്യക്തിയെ പിടിച്ച് പെട്ടെന്ന് മഹാത്മ്യം അടിച്ചേൽപ്പിച്ചു. ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. ത്രസ്റ്റ് അടിച്ചേൽപ്പിച്ചു. ഇതാണ് ആ കൊട്ടേഷൻ. നല്ല കൊട്ടേഷനാണ്. സം ആർ ബോൺ ഗ്രേറ്റ്. ഈ എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ നിങ്ങളുടേതായ എക്സാമ്പിൾ എടുത്താൽ മതി.
സം ആർ ബോൺ ഗ്രേറ്റ്. അപ്പോൾ ചിലര് മഹാത്മാരായി ജനിക്കുന്നു. സം അച്ചീവ് ഗ്രേറ്റ്നെസ്, സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. ഇതാണ് കാണപ്പെടുന്നത്. ചിലർ മഹാത്മാരായി ജനിക്കുമ്പോൾ ചിലർ മഹാത്മ്യം നേടിയെടുക്കുന്നു. ചിലരാകട്ടെ ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം, അവരിലേക്ക് മഹാത്മ്യം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. സം ആർ ബോൺ ഗ്രേറ്റ്, ഓർക്കാലോ, സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ് ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നെസ് thrust upon them. People like Nehru are born great. People like Gandhi achieve greatness, and there are many whom greatness is thrust upon. As I told you, Rajiv Gandhi can be considered as an example. Some have greatness thrust upon them. Greatness thrust upon them. വേറെ എക്സാമ്പിൾസ് ഒക്കെ കിട്ടുന്നേക്ക്. ചിലപ്പോ പ്രധാനമന്ത്രിയാവാൻ, മുഖ്യമന്ത്രിയാവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തെത്താനായിട്ട് ഒരു വ്യക്തിയെ സജസ്റ്റ് ചെയ്യണം. ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുക. രണ്ട് വ്യക്തികൾ ഒരുപോലെ കഴിവുള്ളവർ, രണ്ടുപേരും ഞാനാവണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അനുയായികളും ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ടുപേരുടെയും തർക്കം ഇല്ലാതാക്കാൻ വേണ്ടി കഴിവില്ലാത്തൊരു മൂന്നാമത്തെ വ്യക്തിയെ ആ മഹാത്മ്യത്തിന്റെ പോസ്റ്റിലേക്ക് ഉയർത്തും. ഇതാണ് സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന എക്സാമ്പിളാണ്. അപ്പോൾ സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. അപ്പോൾ സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ്, സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. Another man put it mathematically. ഇനി ഷേക്സ്പിയർ അല്ല, മറ്റൊരാൾ ഇത് മാത്തമെറ്റിക്കലായിട്ട് മാറ്റി. ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ ജീനിയസ് ഈസ് 1% inspiration and 99% perspiration. Genius means 1% inspiration and 99% perspiration. ഈ മഹാത്മ്യം, കഴിവ് എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ എന്താണ്? ഇൻസ്പിറേഷൻ, ജന്മനാ കിട്ടുന്നത് 1% ഉള്ളൂ. ബാക്കി 99%ഉം പെർസ്പിറേഷനാണ്, ഹാർഡ് വർക്കാണ്, കഠിനമായ പ്രയത്നത്തിന്റെ ഫലമാണ്. അപ്പോൾ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ ജീനിയസ് ആയി മാറാൻ പറ്റുക. ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ. ദാറ്റ് ഈസ് എനിവൺ ക്യാൻ ബിക്കം ഗ്രേറ്റ്. ഏതൊരു വ്യക്തിക്കും മഹാനായിട്ട് മാറാൻ പറ്റും, നല്ല വ്യക്തിയായി മാറാൻ പറ്റും, പ്രൊവൈഡഡ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഹി ഈസ് വില്ലിംഗ് ടു വർക്ക് ഹാർഡ്, if he is willing to work hard. അപ്പോൾ ഹാർഡ് വർക്ക്, he come to the point, ഹാർഡ് വർക്ക് is a panacea. panacea എന്ന് വെച്ചാൽ ഒറ്റമൂലി. panacea to success, വിജയത്തിലേക്ക് എത്താനുള്ള ഒരു ഒറ്റമൂലിയാണ് ഹാർഡ് വർക്ക്. അല്ലെങ്കിൽ ഹാർഡ് വർക്ക്, through hard work one can achieve success. ഹാർഡ് വർക്ക് കൊണ്ട് ഒരാൾക്ക് വിജയപഥത്തിൽ എത്താൻ പറ്റും. ഇപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പേരൻസ് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം കുട്ടികളെ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന പോയിന്റാണ്. അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞത് ബ്ലോക്കിന് പേര് തന്നെ കൊടുത്തേക്കുന്നത് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നാണ്. മഹാത്മ്യത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കുറച്ച് മഹാത്മാരെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോഴെങ്ങനെ ഇവരൊക്കെ മഹാത്മാരായെന്ന് ചോദിച്ചാൽ, when we sit idle they worked hard, that is the thing. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറെ ഉറങ്ങുന്നു, കുറെ അലസരായിരിക്കുന്നു. ഈ സമയത്ത് അവർ മിഡ് നൈറ്റ് ഓയിൽ ബേൺ ചെയ്യുന്നു, അവർ ഒരുപാട് വർക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. കഠിനമായി പ്രയത്നിക്കുന്നു. കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഓരോരുത്തരും വിജയികളായിട്ട് മാറുന്നത്. കഠിനമായി പ്രയത്നിക്കാനുള്ള കഴിവ്. അപ്പോൾ സം ആർ ജസ്റ്റ് ബിഫോർ ദാറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. അപ്പോഴ് ആൻഡ് ദെൻ the editor refers to some quotations, and one is a quotation from Shakespeare. Shakespeare has 37 plays, 154 sonnets, and some longer poems to his credit. And one of his comedies is named Twelfth Night.
12th night or what you will. 12th night or what you will. That is the title of the drama. 12th night or what you will. ഷേക്സ്പിയർ നാടകത്തിന് പേരിടുന്നതിലൊന്നും അത്ര ശ്രദ്ധയൊന്നും കൊടുത്തിരുന്നില്ല. ട്രാജഡി ഒക്കെ എഴുതുമ്പോഴത്തേക്ക് ഹീറോയുടെ പേര്, ഇനി ലവ് ട്രാജഡി ആണെങ്കിൽ ഹീറോയുടെയും ഹീറോയിന്റെയും പേര് ഒരുമിച്ചങ്ങ് ചേർക്കും. കോമഡി ആണെന്നുണ്ടെങ്കിൽ തോന്നിയ പേരാണ്. 12th നൈറ്റ് ഓർ വാട്ട് യു വിൽ, 12ാം രാവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിച്ചോളൂ, വാട്ട് യു വിൽ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ എലിസബത്തിൻ ഓഡിയൻസ്, ഷേക്സ്പിയറുടെ കോണ്ടംപററീസ് അതിന് വേറൊരു പേര് ഇട്ടു, ഗള്ളിംഗ് ഓഫ് മൽവോളിയോ. ഈ നാടകത്തിന് അവരിട്ട പേരാണ്, നാട്ടുകാരൊക്കെ കൊടുത്ത പേര്. മൽവോളിയോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിനകത്തുണ്ട്, വളരെ പ്രശസ്ത ക്യാരക്ടറാണ്, ഒരു പ്യൂരിറ്റനാണ്. ഈ പ്യൂരിറ്റനെ കളിയാക്കുന്ന ഒരു സീൻ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഗള്ളിംഗ് ഓഫ് മൽവോളിയോ എന്നൊരു പേര് നാട്ടുകാർ ഇട്ട് കൊടുക്കുകയും ചെയ്തു. എനിവേ, നമുക്കതല്ല കാര്യം. 12th നൈറ്റ് എന്ന് പറയുന്ന നാടകത്തിലെ ഒരു കൊട്ടേഷൻ, ഒരു സെന്റൻസ്, ഒരു ലൈൻ, സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ് ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. ചില ആൾക്കാർ മഹാത്മാരായി ജനിക്കുന്നു, ചിലർ മഹാത്മ്യം നേടിയെടുക്കുന്നു. സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം, ചിലരിൽ മഹാത്മ്യം അടിച്ചേൽപ്പിക്കപ്പെടുന്നു. അപ്പോഴ് ചിലർ മഹാത്മാരായിട്ട് ജനിക്കുന്നവരുണ്ട്, ചിലരാകട്ടെ ബുദ്ധിമുട്ടി മഹാത്മ്യം നേടിയെടുക്കുകയാണ്. മറ്റ് ചിലർ എന്ന് പറയുന്നത് അവരിൽ മഹാത്മ്യം അടിച്ചേൽപ്പിക്കുന്നു. സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. അപ്പോൾ സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ്, സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. എ കൊട്ടേഷൻ ഫ്രം ഷേക്സ്പിയർ ഫ്രം ഹിസ് പ്ലേ 12th നൈറ്റ്. ഷേക്സ്പിയർ എന്ന് ഓർത്താൽ മതി. ഷേക്സ്പിയറും സ്പെല്ലിംഗ് ഓർത്തോണം, SHAKESPEARE, ഷേക്സ്പിയർ. അച്ചീവ് എന്ന വാക്കിന്റെയും സ്പെല്ലിംഗ് തെറ്റരുത്, ACHIEVE, അച്ചീവ്. ഇപ്പോൾ ചില ആൾക്കാർ മഹാത്മാരായിട്ട് ജനിക്കുമ്പോൾ ചിലര് മഹാത്മ്യം നേടിയെടുക്കുന്നുണ്ട്, ചിലരിൽ മഹാത്മ്യം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. മറ്റൊരു കൊട്ടേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം, ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ. മഹാത്മ്യം എന്നൊക്കെ പറഞ്ഞാൽ 1% ഉള്ളൂ ജന്മന ഉള്ള ക്വാളിറ്റി, ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്നത്. 99% അത് പെർസ്പിറേഷൻ ആണ്, ഹാർഡ് വർക്കാണ്. ദാറ്റ് ഈസ് ഹാർഡ് വർക്ക് ഈസ് ദ golden key to open the citadels of success. ഹാർഡ് വർക്ക് എന്ന് പറയുന്നതാണ് സത്യത്തിൽ എന്തെന്ന് പറയാം, ഗോൾഡൻ കീ ആണ്, സ്വർണ്ണ താക്കോൽ. ടു ഓപ്പൺ ദ സ്റ്റോർ ഹൗസ് ഓഫ് സക്സസ്. അപ്പോൾ വിജയം അടുക്കി വെച്ചിരിക്കുന്ന ആ സ്റ്റോർ റൂമിലേക്ക് കയറാനുള്ള ഒരു സ്വർണ്ണ താക്കോലാണ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഈസ് ദ ഗോൾഡൻ ലാഡർ to reach the sky soaring citadels of success. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹാർഡ് വർക്ക് ഈസ് ദ ഗോൾഡൻ ലാഡർ. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്, കഠിനമായ പ്രയത്നം എന്ന് പറയുന്നത് ഗോൾഡൻ ലാഡർ, സ്വർണ്ണ ഏണിയാണ്. ടു റീച്ച് ദ സ്കൈ സോറിംഗ്, അമ്പലചുംബികളാകുന്ന സിറ്റഡൽസ്, കോട്ടകൾ, ഓഫ് സക്സസ്, വിജയത്തിന്റെ അമ്പലചുംബികളാകുന്ന കോട്ടകളിൽ എത്താനുള്ള സ്വർണ്ണ ഏണിയാണ് ഏതെന്ന് പറയാം, ഹാർഡ് വർക്ക്. But hard work is essential for success. Without hard work, success is not possible. Moreover, we must remember success is not final. Failure is not fatal. പല ആൾക്കാരും ജീവിതത്തിൽ പരാജയപ്പെടും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫേറ്റ്, വിധിയിൽ വിശ്വസിക്കുന്നുണ്ടാണ്. ഡോണ്ട് ബിലീവ് ഇൻ ഫേറ്റ്. വിധിയിൽ വിശ്വസിക്കരുത്. വിധി എന്ന ഒന്നില്ല, ഉറപ്പാണ്. ഇറ്റ് ഈസ് നോട്ട് ദ സ്റ്റാർസ് ദാറ്റ് ഗവേൺ അവർ കണ്ടീഷൻ, ഇറ്റ് ഈസ് വി അവേഴ്സെൽവ്സ്. നക്ഷത്രങ്ങളൊന്നും അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ക്യാരക്ടർ ഈസ് ഡെസ്റ്റിനി. നമ്മളുടെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും നമ്മളുടെ വിധി, അല്ലെങ്കിൽ നമ്മളുടെ വിധി അതാണ്. നമ്മളാണ്, മാൻ ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. മാൻ ഈസ് ദ ആർക്കിടെക്ട്. നമ്മൾ തന്നെയാണ് ശില്പി. നമ്മളുടെ വിധിയെ നിയന്ത്രിക്കുന്നത് നമ്മളാണ്. അതിന് എക്സ്റ്റേണൽ ഏജൻസി ഒന്നുമില്ല, നക്ഷത്രങ്ങളും ഇല്ല. പൂജ ചെയ്തെന്ന് വിചാരിച്ചു, കർമ്മങ്ങൾ ചെയ്തു എന്നല്ല, അതുപോലുള്ള എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചു ഒന്നും വിജയിക്കാൻ പറ്റുകയില്ല. ഇറ്റ് ഈസ് ഷിയർ ഹാർഡ് വർക്ക്, കഠിനമായ പ്രയത്നം. അപ്പോഴ് ദ മെൻ ഹു റീച്ച് ദ സ്കൈ സോറിംഗ് സിറ്റഡൽസ് ഓഫ് സക്സസ്, വിജയ തിലകം ചാർത്തിയിട്ടുള്ള ആൾക്കാർ, അവർ
വെറുതെ ഇരുന്നവരല്ല, അവർ കഠിനമായി പ്രയത്നിച്ചവർ തന്നെയായിരിക്കും. So hard work is essential for success. Success is not final. Failure is not fatal. It is the courage to continue that matters. Then we are, for example, some motivation is needed. As I told you, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മോട്ടിവേഷൻ ആവശ്യമാണ്, പെർസ്വേഷൻ ആവശ്യമാണ്, പ്രേരണകൾ ആവശ്യമാണ്. അപ്പോഴ് പേരന്റൽ മോട്ടിവേഷൻ, ഇതാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം. പേരൻസ് മോട്ടിവേറ്റ് ചെയ്യുന്നു, ടീച്ചേഴ്സ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ഫ്രണ്ട്സ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ദർ ഈസ് ആൻ അനക്ഡോട്ട്, ഒരു അനക്ഡോട്ട് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നു, എബ്രഹാം ലിങ്കണുമായിട്ട് കണക്ട് ചെയ്തത്. എബ്രഹാം ലിങ്കണെ അറിയാൻ, ദ ഫേമസ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതാണ്, നിങ്ങൾക്കറിയാലോ. വിറക് വെട്ടുകാരനായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന എബ്രഹാം ലിങ്കൺ ഒരു ദിവസം പ്രസംഗിക്കാനിടയായി എന്ന് വെച്ചാൽ അന്നത്തെ പബ്ലിക് സ്പീക്കേഴ്സ് പ്രസംഗം ഒരു കല, ഒരു പ്രത്യേക ഗ്രൂപ്പിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴാ ഒരാൾ വന്ന് അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഡെനിസ് എന്ന് പറയുന്ന തന്നോടൊപ്പം വിറക് വെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി പറയുകയുണ്ടായി, ലിങ്കൺ ഇതിനേക്കാൾ നല്ല രീതിയിൽ പ്രസംഗിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അയാൾ പെട്ടെന്ന് എല്ലാം ഒന്ന് ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. ലിങ്കണ് പ്രസംഗിക്കേണ്ടി വരികയും ചെയ്തു. ലിങ്കന്റെ പ്രസംഗം നന്നായി എന്ന് എല്ലാവരും ഒരേപോലെ അഭിപ്രായപ്പെടുകയും ചെയ്തു. അങ്ങനെ എബ്രഹാം ലിങ്കണ് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുകയും നല്ലൊരു പ്രാസംഗികനായിട്ട് എബ്രഹാം ലിങ്കൺ മാറുകയും ചെയ്ത കഥ നമുക്കറിയാം. അപ്പോഴതൊരു മോട്ടിവേഷന്റെ ഫലമാണ്. ഡെനിസ് എന്ന് പറയുന്ന വ്യക്തി മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ടാണ്, ആ ടൈംലി മോട്ടിവേഷൻ, അതുകൊണ്ടാണ്. നമുക്ക് ടൈംലി മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ കുറെ പേർക്ക് വിജയിക്കാൻ പറ്റുമായിരുന്നു. കുറെ പേർക്ക് ആ മോട്ടിവേഷൻ, ബാക്ക്ഗ്രൗണ്ട്, ആ മോട്ടിവേഷനും ചില ബാക്ക്ഗ്രൗണ്ടും ചില ആൾക്കാരെ വിജയത്തിലെത്തിപ്പിക്കും. അപ്പോഴേ പ്രോപ്പർ മോട്ടിവേഷൻ അത് വിജയത്തിലെത്തിക്കാം. അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ചേർന്നാലാണ് സക്സസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആൾക്കാർ ഗ്രേറ്റ് ആകാനായിട്ട്, ആൾക്കാർ മഹാത്മാരാവാനായിട്ട് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? അപ്പോൾ some are born great, some achieve greatness and some have greatness thrust upon them. അപ്പോൾ ഗ്രേറ്റ് ആവാൻ എന്തൊക്കെ വേണം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രേറ്റ് ആകാൻ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് അനിവാര്യമാണ്, അല്ലെ? കഠിനമായ പ്രയത്നമില്ലാതെ വിജയിക്കുകയില്ല. കോൺഫിഡൻസ്, ആത്മവിശ്വാസം, കോൺഫിഡൻസ് വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഹാഫ് ദ ബാറ്റിൽ. പകുതി യുദ്ധം ജയിച്ചതിന് തുല്യമാണ് നല്ല കോൺഫിഡൻസ് എന്ന് പറയും. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വേണം, വിജയിക്കും, ഞാൻ നന്നാവും. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. അപ്പോൾ കോൺഫിഡൻസ് വേണം. പെർസിവറൻസ്, ക്ഷമാശീലം, പെർസിവറൻസ്. അപ്പോൾ ഹാർഡ് വർക്ക്, കോൺഫിഡൻസ്, പെർസിവറൻസ്, optimism, we can say optimism എന്ന് പറഞ്ഞാൽ എന്താ? ശുഭാപ്തി വിശ്വാസം. ഒരു ശുഭാപ്തി വിശ്വാസം വേണം. കോൺഫിഡൻസ് തന്നെയാണ് ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു ശുഭാപ്തി വിശ്വാസം. ചില ആൾക്കാരുണ്ട്, അവരിൽ മൊത്തം നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും, നെഗറ്റീവ് ചിന്താഗതി മാത്രമേ കാണുള്ളൂ. ഇത്തരക്കാരെ സത്യത്തിൽ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. നെഗറ്റീവ് തോട്ട്സ് ഉള്ളവർ, അലസരായിട്ടുള്ളവർ, എന്തൊക്കെ ചെയ്താലും വിജയിക്കാനൊന്നും പോകുന്നില്ല, ലോകമാകെ കുഴപ്പമാണ്, ഗവൺമെന്റ് ആകെ കുഴപ്പമാണ്, എല്ലാം തകരാറിലാണ്, നമ്മളുടെ MLA കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ സത്യത്തിൽ നമ്മൾ മാറ്റി നിർത്തുന്നതാണ് നല്ലത്. ഈ നെഗറ്റീവ് തോട്ട്സ് അധികമായിട്ട് കേൾക്കാതിരിക്കുക, അത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ നെഗറ്റീവ് തോട്ട്സ് പാടില്ല. ഒപ്റ്റിമിസം, ഏതൊരു കാര്യത്തെയും നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. എല്ലാ കാര്യത്തിലും കുറച്ച് നന്മ കാണും, കുറച്ചൊക്കെ തിന്മ ഏതിലും കാണുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് വേണം. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നോക്കി കാണണം ലോകത്തെ കാര്യങ്ങളെ. നമ്മൾ ഇപ്പോഴും നെഗറ്റീവ് മൈൻഡഡ് ആയിരുന്നാൽ പിന്നെ കാണുന്നത് മൊത്തം അങ്ങനെ ആയി പോകും. എവരിത്തിങ് സീംസ് യെല്ലോ ടു എ ജോണ്ടിസ്ഡ് ഐ. നിങ്ങൾക്കറിയാലോ,
എവരിത്തിങ് സീംസ് യെല്ലോ ടു എ ജോണ്ടിസ്ഡ് ഐ. മഞ്ഞപ്പിത്തം പിടിച്ചവൻ നോക്കുന്നതെല്ലാം മഞ്ഞയായിരിക്കും. അത് അവന്റെ കുഴപ്പമാണ്, അത് അവൻ മനസ്സിലാക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ ജോണ്ടിസ് വരാതെ നോക്കണം. നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. പെസിമിസം കളയണം. പെസിമിസം പാടില്ല. ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ, നല്ലതല്ല. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. വി മസ്റ്റ് ഹാവ് ക്രിയേറ്റീവ് തിങ്കിങ് ഫോർ സക്സസ്. നല്ല ക്രിയാത്മകമായ ചിന്ത വേണം. ക്രിയേറ്റീവ് തിങ്കിങ്, നല്ല നല്ല സ്വപ്നങ്ങൾ വേണം. നല്ല നല്ല സ്വപ്നങ്ങൾ വേണം. ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പോൾ ഈ ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റും, ഗ്രേറ്റ് ആവാൻ പറ്റും. ക്രിയാത്മകമായ ചിന്തകൾ, നല്ല ചിന്തകൾ വേണം. കറേജ് വേണമെങ്കിൽ പറയാം, കറേജ് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറെ എലിമെന്റ്സ്, ഒരുപാട് എലിമെന്റ്സ് നമുക്ക് പറയാൻ പറ്റും വിജയത്തിന്. അപ്പോഴാദ്യമായിട്ട് നമുക്ക് പറയാം, ഹാർഡ് വർക്ക് അനിവാര്യമാണ്. കഠിനമായ പ്രയത്നത്തിലൂടെയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിജയിച്ചിട്ടുള്ളത്. കഠിനമായ പ്രയത്നത്തിലൂടെയാണ് വിജയിച്ചിട്ടുള്ളത്. കോൺഫിഡൻസ് ഒരു എലിമെന്റ് ആണ്. ഹാർഡ് വർക്ക് പോലെ തന്നെ മറ്റൊരു എലിമെന്റ് ആണെന്ന് പറയാം കോൺഫിഡൻസ്. കോൺഫിഡൻസിലൂടെ മാത്രമേ, കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ വിജയം സാധ്യമാകൂ. അതാണ് നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞത്, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ അവസ്ഥ. അപ്പോൾ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. തോമസ് ഹാർഡി നിങ്ങൾ കേട്ടിരിക്കും, പ്രശസ്തനായ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ്. ഒരു പെസിമിസ്റ്റ് ആണ്, അശുഭാപ്തി വിശ്വാസി. ഹാപ്പിനെസ് ഈസ് ഓൺലി ആൻ ഒക്കേഷണൽ എപ്പിസോഡ് ഇൻ എ ജനറൽ ഡ്രാമ ഓഫ് പെയിൻ. അദ്ദേഹത്തിന്റെ നോവലിലെ ഒരു സെന്റൻസ് ആണ്. ഹാപ്പിനെസ് ഈസ് ഓൺലി ആൻ ഒക്കേഷണൽ എപ്പിസോഡ് ഇൻ എ ജനറൽ ഡ്രാമ ഓഫ് പെയിൻ. മൈക്കൽ ഹെൻചാർഡിന്റെ ജീവിതത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ മേയർ ഓഫ് കാസ്കർബ്രിഡ്ജ് എന്ന് പറയുന്ന നോവൽ, അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഹാപ്പിനെസ് ഈസ് ഓൺലി ആൻ ഒക്കേഷണൽ എപ്പിസോഡ് ഇൻ എ ജനറൽ ഡ്രാമ ഓഫ് പെയിൻ. ജീവിതമാകുന്ന ദുരന്ത നാടകത്തിൽ വല്ലപ്പോഴുമുള്ള ഒരു ഉപകഥ മാത്രമാണ് സന്തോഷം. ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. As flies to abandon boys are we to goats, they kill us for their sports. കുസൃതി കുട്ടികളുടെ കയ്യിൽ അകപ്പെടുന്ന തുമ്പിയുടെ ഗതികേടാണ് മനുഷ്യന് ദൈവത്തിന്റെ കയ്യിൽ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കഷ്ടപ്പെടാനുള്ള ജന്മങ്ങളാണ്. കുസൃതി കുട്ടിയുടെ കയ്യിൽ ഒരു തുമ്പി അകപ്പെട്ടാൽ നിനക്കറിയാം, അതിനെ കൊണ്ട് ഏതെങ്കിലും ഒരു കല്ലിന്റെ അടുത്ത് കൊണ്ട് വെച്ച് കൊടുക്കും, ചെറിയ കല്ല്. തുമ്പിയെ രക്ഷപ്പെടാൻ വേണ്ടി ആ കല്ല് പിടിക്കും. ഇതല്ലേ കാണുന്നത്. കുട്ടി തുമ്പിയും കല്ലിനെയും കൂടി ഉയർത്തിയിട്ട് എന്ത് പറയും, ഞാനിത് ആ കല്ലെടുപ്പിച്ചേ എന്ന് പറയും തുമ്പിയെ കൊണ്ട്. കുറെ നേരം കഴിയുമ്പോൾ അതിന് മനസ്സിലാവും ഇനി കല്ലിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന്. അപ്പോഴും കുട്ടിയുടെ ഇൻട്രസ്റ്റ് വേറെ ആവും. അതിനെ തിരിച്ചു വെച്ചിട്ട് അതിന്റെ മൂക്കോ കണ്ണോ ഒക്കെ പിച്ചി എടുത്ത് പരിശോധിച്ച് നോക്കുക. അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് അതിനെ കൊല്ലുക. അപ്പോൾ ഇതുപോലെയാണ് ആസ് ഫ്ലൈസ് ടു abandon boys are we to goats. കുസൃതി കുട്ടികളുടെ കയ്യിൽ അകപ്പെടുന്ന പ്രാണികളുടെ ഗതികേടാണ്. As flies to abandon boys are we to goats, they kill us for their sport. അവരുടെ രസത്തിന് വേണ്ടി, ദൈവങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ കൊല്ലുന്നു. ഒരു പെസിമിസ്റ്റിക് സേയിങ് ആണ്. ഇത് എഴുതിയത് ഷേക്സ്പിയർ ആണ്. എങ്കിലും ഇത് ആക്ട് ആവുന്നത് തോമസ് ഹാർഡിയുടെ വർക്കിലാണ്, തോമസ് ഹാർഡിയിലാണ്. അപ്പോഴത്തെ ഹാർഡിയെ പോലെ അല്ലെങ്കിൽ ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് നമുക്ക് പാടില്ല. പകരം ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രേറ്റ് ആകാൻ. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് വൺ ഗ്രേറ്റ്? 5-6 ക്വാളിറ്റീസ് എങ്കിലും 2-3 ക്വാളിറ്റീസ് എങ്കിലും ഓർത്ത് വെക്കണം. ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കിനെ പറ്റി 1-2 സെന്റൻസ് എഴുതണം. ഹാർഡ് വർക്ക് ഈസ് നോ ഡൗട്ട് ദ ഗോൾഡൻ കീ ടു ഓപ്പൺ ദ സ്റ്റോർ ഹൗസ് ഓഫ് സക്സസ് ഓർ ഗ്രേറ്റ്നെസ്. വിജയ സോപാനത്തിലെത്താനുള്ള ഏറ്റവും നല്ല സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് തന്നെയാണ്. ഹാർഡ് വർക്ക്. ആസ് ദ സെയിങ്, ആസ് ദ കോട്ട് ഗോസ്, സക്സസ് or greatness or genius is 1% inspiration and 99% persuasion. Optimism is another thing. Then creative thinking, courage. These are some of the elements that constitute greatness. ഇതൊക്കെയാണ് ചില ഗ്രേറ്റ് ആകാനുള്ള ക്വാളിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പ്രോപ്പർ മോട്ടിവേഷനെ പറ്റി പറഞ്ഞു. പ്രോപ്പർ മോട്ടിവേഷൻ ഈസ് നീഡഡ്. അപ്പോൾ പേരൻസിന്റെ മോട്ടിവേഷൻ ഒരു നോട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇന്ന് എന്തായാലും അയക്കും. ഇപ്പോഴ് നമുക്ക് മോട്ടിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഓൾ വാണ്ട് ടു സക്സീഡ് ഇൻ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും വിജയിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് വൺ
ഗ്രേറ്റ്. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരാളിനെ ഗ്രേറ്റ് ആക്കുന്നത്? ദാറ്റ് മേക്ക് വൺ ഗ്രേറ്റ്. അപ്പോഴത് നമ്മൾ അപ്പൊ ഇവിടെ എന്താണ് റോൾ ഓഫ് ദ പേരൻസ് ഈസ് ടു മേക്ക് ദ ചൈൽഡ് എ സക്സസ്ഫുൾ ചൈൽഡ്. അപ്പോൾ കുട്ടിയെ എന്ത് ചെയ്യണം? സക്സസ്ഫുൾ ആക്കി മാറ്റണം. ദ ചൈൽഡ് മസ്റ്റ് ബി ഏബിൾ to keep away from negative traits. The child must be. ഇപ്പോൾ പേരൻസിന് എന്തൊക്കെ റോളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഗൈഡ്, കൺട്രോള്, ദ വാട്സ്. കുട്ടികളെ ഗൈഡ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. The child must be able to keep away from negative traits. നെഗറ്റീവ് ട്രേസ് ഉണ്ട്. നെഗറ്റീവ് ട്രേസ് ഫോർ എക്സാമ്പിൾ ലേസിനെസ്. അപ്പൊ ലേസിനെസ് ഉണ്ടാവാം കുട്ടികൾക്ക്, ലേസിനെസ് ഉണ്ടാകാം. പെസിമിസം ഉണ്ടാവാം. ലേസിനെസ്, പെസിമിസം, ഷൈനെസ്, ഇതൊക്കെ നെഗറ്റീവ് ട്രേസ് ആണ്. അപ്പോഴ് ലേസിനെസ്, അലസത ഒരുപാട് കുഴപ്പമുണ്ടാക്കുന്നതാണ്. An idle man's brain is the devil's workshop. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ. ഒരു അലസന്റെ തലയെന്ന് പറയുന്നത് ചെകുത്താന്റെ പണിപ്പുരയാണ്. An idle man's brain is the devil's workshop. ഒരു ജോലിയും ചെയ്യാതെ ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്ന വ്യക്തിയുടെ തലയെന്ന് പറയുന്നത് ചെകുത്താന്റെ പണിപ്പുരയായിരിക്കും. അത് കുഴപ്പമായിരിക്കും. ലേസിനെസ് ഉള്ളവരെ നമ്മൾ സൂക്ഷിക്കണം. കീപ് അവേ ഫ്രം ദാറ്റ്. അവരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ലേസിനെസ്. പെസിമിസം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഒന്നും നേരെയാവത്തില്ല, എല്ലാം കുഴപ്പമാണ്. എന്റെ വീട്ടിലെ മൊത്തം കുഴപ്പമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കിടക്കുന്നവരുണ്ടല്ലോ, അവരെയും നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യേണ്ട കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ കുട്ടികളിൽ ഈ ക്വാളിറ്റീസ് ഉണ്ടാകാതെ നോക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഷൈനസ് ഒരുപാട് ബാധിക്കുന്നുണ്ട് ആൾക്കാരെ. അപ്പോഴാൾക്കാരെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല, പല ഇന്റർവ്യൂവിനും പോകാൻ പറ്റാതാവുന്നു. അപ്പോഴിങ്ങനെ ഒരു ബോൾഡ്നെസ് ഇല്ലാത്തത് വഴി ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം നെഗറ്റീവ് ട്രേസ് ഒക്കെ തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് പേരൻസിന് ഒരു പ്രധാന റോളുണ്ട്. അപ്പോഴതുമല്ല, പേരൻസ് വിചാരിച്ചാലേ കുട്ടികൾ നന്നാവുള്ളൂ. There is a saying, a stitch in time saves nine. ഇപ്പോൾ സമയത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തി പിന്നെ ചെയ്യുന്ന ഒരുപാട് വർക്കുകളെ ഇല്ലാതാക്കും. പിന്നെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരത്തില്ല. നമ്മൾ സമയത്തൊരു പ്രവൃത്തി ചെയ്യണം. സ്റ്റിച്ച് ഇൻ ടൈം, സമയത്തിടുന്ന ഒരു തുന്നൽ. ഇപ്പൊ നിങ്ങളുടെ ഡ്രസ്സ് ഒന്ന് കീറി, ഇച്ചിരിയെ കീറലേ ഉള്ളൂ. അവിടെ നിങ്ങൾ അപ്പോഴെ തന്നെ ഒരു തയ്യൽ തയ്ക്കുകയാണെങ്കിൽ പിൽക്കാലത്ത് പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് 10 തയ്യൽ തയ്ക്കുന്നത് അവോയ്ഡ് ചെയ്യാം. സ്റ്റിച്ച് ഇൻ ടൈം. ഒരു ചെറിയ മുറിവുണ്ടാകുന്നു, അപ്പോഴേ ഒരു അയഡിൻ പുരട്ടിയാൽ പിന്നെ എന്ത് ചെയ്യണ്ട, പിന്നെ പോയി പെൻസിലിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരത്തില്ല. അപ്പോഴേ iodine is applied to a small wound, you can avoid pencil injections later. അപ്പോൾ പേരൻസ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ we can make the people nice citizens ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. Role of the parents is indeed great. As I told you in the previous class, the stealing of a pen or a pencil is not checked by the parents in the proper time. The child may become a thief or a robber. Moderate punishments can be given to children. Moderate punishments can be given to children to make them great or to make them good citizens. But the golden saying is, to err is human, to forgive divine. To err is human. To err, തെറ്റുക. To err is human. തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. ഫോർഗീവ് ഡിവൈൻ, മാപ്പ് കൊടുക്കുന്ന ഉദാത്തമായ കാര്യം. അപ്പോൾ തെറ്റ് മനുഷ്യ സഹജമാണ് എന്ന് മനസ്സിലാക്കുക. തെറ്റ് മനുഷ്യ സഹജമാണ്. ടു എർ ഈസ് ഹ്യൂമൻ, ഫോർഗീവ് ഡിവൈൻ. ടു എർ ഈസ് ഹ്യൂമൻ, ഫോർഗീവ് ഡിവൈൻ. അതുകൊണ്ട് മോഡറേറ്റ് പണിഷ്മെന്റ്സ് മസ്റ്റ് ബി ഗിവൺ. സ്ട്രിക്റ്റ് പണിഷ്മെന്റ് കൊണ്ടൊന്നും നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റില്ല. ക്രൂരമായ ശിക്ഷാവിധികളും ക്രൂരമായ ശിക്ഷകളിലൂടെ കടന്നു പോയിട്ടുള്ളവർ ക്രൂരന്മാരായിട്ട് മാറിയിട്ടേ ഉള്ളൂ. പല പഠനങ്ങളും തെളിയിക്കുന്നു. പല രാജ്യങ്ങളിലും ജയിലുകൾ എന്ന് പറയുന്നത് ക്രൂരമായ ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ളതായിരുന്നു. അവിടുന്ന് പുറത്തിറങ്ങുന്നവർ കൊള്ളരുതാത്തവരായിട്ട് മാറുകയായിരുന്നു. അതേസമയം ജയിലുകളിൽ കൂടുതൽ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള പല രാജ്യങ്ങളിലെയും ജയിലുകളിൽ നിന്ന് പുറത്തു വരുന്നവർ നല്ലവരായി കാണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴതുകൊണ്ട് ക്രൂവൽറ്റി, അപ്പോഴൊരു സ്ട്രിക്റ്റ് പണിഷ്മെന്റ്സ്, അതിഭയങ്കരമായ ശിക്ഷ എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്.
That is, parents play a vital role in making their ones nice citizens. അപ്പോൾ പേരൻസ് ഒരു നല്ല റോളാണ് വഹിക്കുന്നത് ഇൻ മേക്കിംഗ് ദെയർ ചിൽഡ്രൻ നൈസ് സിറ്റിസൺസ്. മേക്കിംഗ് ദെയർ ചിൽഡ്രൻ നൈസ് സിറ്റിസൺസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക്. ജനറലായിട്ട് 5-6 പോയിന്റ്സ് പറഞ്ഞതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന്. അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റ് എടുത്തു വെച്ച് എന്തെങ്കിലും എഴുതാൻ പറയും, അല്ലെങ്കിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 2-3 കൊട്ടേഷൻസ് പഠിച്ചു വെച്ചേക്കണം. എന്തിൻ്റെങ്കിലും ഇടയ്ക്കൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ പേരന്റൽ മോട്ടിവേഷൻ എന്നുള്ള പോയിന്റ്, അതിനെപ്പറ്റി ഒരു നോട്ട് അയച്ചിരുന്നുണ്ട് ഉടനെ തന്നെ. പേരന്റൽ മോട്ടിവേഷൻ ഒരു സ്പീച്ചോ ഏതെങ്കിലും രീതിയിലുള്ള അത് പഠിക്കണം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു പാഠവും തുടങ്ങാം. എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഒരു പോയം ഒന്ന് തുടങ്ങി വെക്കാം. അപ്പോഴതിന് നിങ്ങൾക്ക് പോയം അയച്ചു തരാം. അതൊന്ന് എഴുതിയെടുത്ത് വെക്കണം. എഴുതിയെടുത്ത് വെച്ചതിന് ശേഷം പഠിപ്പിക്കുന്ന കേട്ടാണ്.